ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മുടെ മാരുതി സുസുക്കി ഈ വർഷം അവസാനത്തോടു കൂടി 2 പുതിയ വാഹനങ്ങളാണ് ലോഞ്ച് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് രണ്ടും SUVs ആണ്. നമ്മളതിനെപ്പറ്റിയാണ് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ വിറ്റാരയാണ്. അടുത്തത് ഇവരുടെ ഗ്രാൻഡ് വിറ്റാര ബേസ്ഡ് ആയിട്ടുള്ള 7 സീറ്റർ ആയിരിക്കും എന്ന് പറയുന്നു. അവർ ജസ്റ്റ് ഒരു SUV ആയിരിക്കും എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് ഏത് വണ്ടി ആയിരിക്കും എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി അവർ ഏറ്റവും അധികം ടെസ്റ്റ് ചെയ്യുന്നത് ഈ വിറ്റാരയും അതുപോലെ തന്നെ നമ്മുടെ ഗ്രാൻഡ് വിറ്റാര 7 സീറ്റർ ആണ്. അതുകൊണ്ട് ഇതിനാണ് വരാനുള്ള കൂടുതൽ ചാൻസ് ഉള്ളത്. എനിവേ നമുക്ക് ആദ്യം തന്നെ ഈ വിറ്റാരയെ പറ്റി ജസ്റ്റ് ഒന്ന് സംസാരിക്കാം. കാരണം ഇതിപ്പോൾ കുറച്ച് കാലമായിട്ട് ലോഞ്ച് ഡിലേ ആയി കിടക്കുകയാണ്. ഈ വണ്ടി ആക്ച്വലി നോർത്ത് ഇന്ത്യയിലൊക്കെ ചില ഡീലർഷിപ്സിൽ വരെ എത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഡിസ്പ്ലേക്കായിട്ട്. അപ്പോൾ പൊതുവേ ഉണ്ടായിരുന്നൊരു ധാരണ നമ്മളുടെയൊക്കെ ഈ മാസം ഈ വണ്ടി ലോഞ്ച് ചെയ്യും എന്നുള്ളത് തന്നെയായിരുന്നു. പക്ഷേ എന്തായാലും ഇപ്പം നമ്മുടെ മാരുതി സുസുക്കിയുടെ ചെയർമാൻ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒപ്പീനിയനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ അടുത്ത കാലത്തൊന്നും ഈ വണ്ടി ലോഞ്ച് ചെയ്യില്ല എന്നാണ് പുള്ളി പറയുന്നത്. അതായത് സംഭവം എന്താണെന്ന് വെച്ചാൽ സെപ്റ്റംബർ അവസാനത്തോടു കൂടി മാത്രമേ ഗ്രാൻഡ് വിറ്റാര കസ്റ്റമേഴ്സിലേക്ക് എത്തി തുടങ്ങുള്ളൂ, അതുപോലെ അതിൻ്റെ പ്രൈസും വരുള്ളൂ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. മാരുതി സുസുക്കി പിന്നെ പൊതുവെ ഇന്ത്യയിൽ പ്രൈസ് പറഞ്ഞ് അപ്പം തന്നെ ഡെലിവറി തുടങ്ങുന്നതാണ്, അല്ലാതെ 3-4 സ്റ്റേജ് ആയിട്ടൊന്നുമല്ല ഒരു വണ്ടി ഇറക്കാറുള്ളത്. എനിവേ അതൊരു കുറച്ച് മോശമായിട്ടുള്ള ന്യൂസാണ്. കാരണം പറഞ്ഞു വരുമ്പം ഈ വണ്ടി അവർ കഴിഞ്ഞ നമ്മുടെ ഈ വർഷം സ്റ്റാർട്ടിങ്ങിൽ ഓട്ടോ എക്സ്പോയിൽ തന്നെ കാണിച്ചായിരുന്നു. ഫുൾ റിവ്യൂലുള്ളതായിരുന്നു. അതുപോലെ UK ഈ വണ്ടി വന്നിട്ടുണ്ട്. ആൻഡ് നമുക്കാണെങ്കിലും ഇതിൻ്റെ ഫീച്ചേഴ്സ്, പവർ, ഡിസൈൻ എങ്ങനെയാണെന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാ സംഭവങ്ങളും അറിയാം. പക്ഷെ എന്നിട്ടും വണ്ടി ഇപ്പോഴും ലോഞ്ച് ആയിട്ടില്ല എന്ന് പറയുന്നത് കുറച്ച് മോശമാണല്ലോ. എന്തായാലും ബാക്കി ആസ്പെക്ട്സ് ഒക്കെ ഇപ്പോൾ ഇൻറ്റീരിയറൊക്കെ എടുക്കാനാണെങ്കിൽ പുതിയ 10.25 ഇഞ്ച് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, അതുപോലെ 10.1 ഇഞ്ച് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും, പിന്നെ ഫ്രണ്ടിൽ വെന്റിലേറ്റഡ് സീറ്റ്സ്, അതുപോലെ പുതിയൊരു സെൻറ്റർ കൺസോളിൻ്റെ ഡിസൈൻ, 10 ബൈ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ഫ്രണ്ട് സീറ്റ്സ്, അതുപോലെ തന്നെ നമുക്ക് വെന്റിലേറ്റഡ് സീറ്റ്സ് ഫ്രണ്ടിൽ അവൈലബിൾ ആണ്. പിന്നെ മൊത്തത്തിലുള്ളൊരു ക്യാബിൻ ലേഔട്ട് നോക്കാനാണെങ്കിലും ഇതുവരെ സുസുക്കി പിടിച്ചിട്ടുള്ള പോലത്തെ ഒരു ലേഔട്ട് അല്ല. കുറേ കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട് നമ്മൾ പഴയ ഇവരുടെ വാഹനങ്ങൾ വെച്ച് നോക്കുമ്പം. സാധാരണ ഒരുപാട് പാർട്ട് ഷെയറിംഗ് ഉണ്ടാവാറുള്ളതാണല്ലോ. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇൻറ്റീരിയർ ലേഔട്ടൊക്കെ നോക്കാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇവർ പുതിയതായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് ഇതൊരു ഗ്ലോബൽ പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണ്. മാത്രമല്ല അവരിപ്പോൾ പറയുന്നതനുസരിച്ച് ഈ വണ്ടി ഇന്ത്യക്ക് വേണ്ടി മാത്രമല്ല അവർ ടാർഗറ്റ് ചെയ്യുന്നത്. ഇത് ഇവിടുന്ന് 100 കൺട്രീസിലോട്ട് അവർ എക്സ്പോർട്ട് ചെയ്യും എന്ന് പറയുന്നുണ്ട്. അതിൽ തന്നെ ആദ്യത്തെ ഒരു 7-8 മാസത്തെ കണക്കിൽ ഈ വാഹനത്തിൻ്റെ ആനുവൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി അവർ വെക്കാൻ പോകുന്ന ഓൾമോസ്റ്റ് 70,000 to 80,000 വാഹനങ്ങളുടെ ഇടയിലായിരിക്കും. അതിലും കൂടുതൽ വാഹനങ്ങൾ അവർ എക്സ്പോർട്ട് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഡൊമസ്റ്റിക് സെയിൽസ് അല്ലാതെ. സോ നമുക്കെന്തായാലും ഇനീഷ്യൽ സ്റ്റേജിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ വണ്ടി വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തന്നെ ഒരുപാട് വണ്ടികൾ കിട്ടാനുള്ള സാധ്യതയില്ല. കുറേയൊക്കെ വെയിറ്റിംഗ് പീരീഡ് വരാനുള്ളൊരു ചാൻസ് ഉണ്ട് ഈ വണ്ടി നിങ്ങൾ നോക്കിയിരിക്കുന്നുണ്ടെങ്കിൽ. അത് മാത്രമല്ല ഇത്രയും ഡിലേ ആവും എന്നുള്ളത് തന്നെ കുറച്ച് മോശമായിട്ടുള്ളൊരു ന്യൂസ് ആണല്ലോ. എന്തായാലും പവർ ട്രെയിൻ റിലേറ്റഡ് ആയിട്ട് നോക്കാനാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയായിരിക്കും. പക്ഷെ എന്നാലും ഈ വണ്ടിയെ പറ്റി പറയുമ്പോൾ ജസ്റ്റ് അതും കൂടെ പറയുന്നെന്ന് മാത്രം. നമുക്ക് 2 ബാറ്ററി പാക്കിൻ്റെ ഓപ്ഷൻസ് ആണ് ഇതിനകത്ത് കിട്ടുന്നത്. ഒന്നൊരു 49 kWh, പിന്നെ അടുത്ത് വരുന്ന ലോങ് റേഞ്ച് മോഡൽ 61 kWh ആണ്. 142 bhp 192.5 Nm ടോർക്കാണ് ഇതിൻ്റെ ഫ്രണ്ട് വീൽ ഡ്രൈവ് മോഡലിൻ്റെ പവർ വരുന്നത്. അതും നമുക്ക് ബാറ്ററി പാക്ക്, അതായത് 49 kWh ബാറ്ററി പാക്കിൻ്റെ പവറാണ്. ഇനി 61 kWh മോഡലാണ് നോക്കുന്നതെങ്കിൽ അതിൻ്റെ അകത്ത് 172 bhp ആണ് കിട്ടുന്നത്. ടോർക്ക് സെയിം ആണ്, 192.5 Nm. പക്ഷേ ഇതിന് ഗ്ലോബലി ഒരു ഓൾ വീൽ ഡ്രൈവ് മോഡലൂടെ കാണിച്ചിട്ടുണ്ട്. അത് ഇന്ത്യയിൽ വരും എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പവർ വരുന്നത് 181 bhp 300 Nm ആണ്. ഡ്യുവൽ മോട്ടോർ സെറ്റപ്പ് ആയതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി ടോർക്ക് അത്യാവശ്യം നല്ല കൂടുതലുണ്ട്. പിന്നെ ഓഫ് റോഡ് സെൻട്രിക് ആയിട്ടല്ല ബേസിക്കലി ഈ ഒരു ഇലക്ട്രിക് വാഹനങ്ങൾ ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം വരാറുള്ളത്. കൂടുതലും നമുക്ക് കുറച്ചും കൂടെ റോഡ് ഗ്രിപ്പ്, അതുപോലെ ബെറ്റർ റോഡ് മാനേഴ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കിട്ടാനും, അതുപോലെ പവർ കൂടുതൽ ബൂസ്റ്റ് ചെയ്യാനും ടോർക്ക് ബൂസ്റ്റ് ചെയ്യാനും വേണ്ടിയൊക്കെയാണ് അത് കൊടുക്കാറുള്ളത്. എന്തായാലും വണ്ടി ഇതുവരെ നമ്മൾ കണ്ടതിൽ വെച്ച് അത്യാവശ്യം നല്ലതാണ്. ഇതുവരെ അവർ ഉണ്ടാക്കിയതിൽ വെച്ച് വളരെ സേഫ് ആയിട്ടുള്ളൊരു വാഹനമായിരിക്കും ഇതും എന്നും പറയുന്നുണ്ട്. ലെവൽ 2 അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആയിരിക്കും. അതിന് പുറമെ ഇതിൻ്റെ സേഫ്റ്റി ഷെല്ലാണെങ്കിലും ഇതൊരു നമ്മുടെ ഹാർടെക് പ്ലാറ്റ്ഫോം ബേസ്ഡ് ആയിട്ടാണ് വരുന്നത്. പക്ഷേ എന്നാൽ ഇലക്ട്രിക് ഓൺലി പ്ലാറ്റ്ഫോമിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു വാഹനമാണ്. സ്കേറ്റ് ബോഡി വേ ആർക്കിടെക്ചറിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് നമുക്കൊരു എന്താ പറയുന്നത്, പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ മോഡലൊന്നും എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമില്ല. ബേസിക്കലി ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിൻ വെച്ചിട്ട് ഒരു വിറ്റാര വരില്ല. അതിൻ്റെ ഓൾറെഡി വേർഷൻ നമുക്ക് ഗ്രാൻഡ് വിറ്റാര എന്നുള്ള പേരിൽ അവൈലബിൾ ആണ്. ഇത് ഈ ഹാർടെക് പ്ലാറ്റ്ഫോമിൽ വരുന്ന വാഹനമാണ്. അതുകൊണ്ട് തന്നെ എന്തായാലും നമ്മുടെ മഹീന്ദ്രയുടെ B6ഉം XCV9 ഒക്കെ ഇപ്പോൾ ഇലക്ട്രിക് സ്പേസ് മൊത്തത്തിൽ കീഴടക്കിയിരിക്കുന്ന സമയത്ത് ആൾക്കാർ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നൊരു മോഡലായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ ഇത് ലേറ്റ് ആക്കിയതിനെ പറ്റിയുള്ള, ലോഞ്ച് ലേറ്റ് ആക്കിയതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമൻസിൽ മെൻഷൻ ചെയ്തേക്കാം. നമുക്കിനി അടുത്ത വണ്ടിയിലേക്ക് പോകാം. അതാണ് ഇവരുടെ ഗ്രാൻഡ് വിറ്റാര 7 സീറ്റർ. ഈ വണ്ടിയുടെ ടെസ്റ്റിംഗ് ഒക്കെ കുറച്ചധികം കാലമായിട്ട് വരുന്നുണ്ടായിരുന്നു. പല റെൻഡേഴ്സും വന്നിട്ടുണ്ടായിരുന്നു ഈ വാഹനത്തിൻ്റെ. അതുപോലെ തന്നെ നമ്മളിതിൻ്റെ പല ഫീച്ചേഴ്സും കണ്ടിട്ടുള്ളതുമാണ്. കുറേയൊക്കെ എക്സ്റ്റീരിയർ ഷോട്ട്സ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് അഡീഷണൽ റിയർ ഓവർഹാങ്ങും കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ
7 സീറ്ററിന് പുറമേ തന്നെ ഗ്രാൻഡ് വിറ്റാര ഫേസ് ലിഫ്റ്റും അവർ ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഗ്രാൻഡ് വിറ്റാര ലോഞ്ച് ചെയ്തിട്ടിപ്പോൾ കുറച്ചധികം കാലമായി, 2022 ഇറങ്ങിയ വണ്ടിയാണ്. ഇതുവരെ അതിനിങ്ങനെ പ്രത്യേകിച്ച് മേജർ ഫേസ് ലിഫ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല. ഈ വണ്ടിയുടെ പുറമേ തന്നെ ഗ്രാൻഡ് വിറ്റാരയ്ക്കും പുതിയൊരു ഫേസ് ലിഫ്റ്റ് കിട്ടും എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഫേസ് ലിഫ്റ്റ് ബേസ് ചെയ്തായിരിക്കും ഈ വണ്ടിയിൽ കിട്ടുന്ന ഫീച്ചേഴ്സും സാധനങ്ങളൊക്കെ വരുന്നത് എന്നും പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഈ വിറ്റാരയ്ക്ക് ശേഷമായിരിക്കും ഈ വാഹനത്തിന് ലോഞ്ച് വരുന്നത്. അതായത് ഈ വർഷം അവസാനത്തോടുകൂടി, മിക്കവാറും ഡിസംബർ നവംബർ ഒക്കെ ആവുമായിരിക്കും. സെപ്റ്റംബർ അവസാനമാണ് ഈ വിറ്റാര പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഈ വാഹനം അതിൽ ലേറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം നമുക്ക് ഊഹിക്കാവുന്നതാണല്ലോ. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് കണ്ടിരിക്കുന്നതിലും നമ്മൾ ഈ വിറ്റാറിലൊക്കെ കണ്ടിരിക്കുന്ന ആ കുറച്ച് വലിയ സൈസിൽ ഇൻഫോടൈം സിസ്റ്റം, ഇത് 9 ഇഞ്ചായിട്ട് എന്തായാലും തോന്നുന്നില്ല. എനിക്ക് ആക്ച്വലി 10 ഇഞ്ചിലും കുറച്ചും കൂടെ സൈസ് കൂടിയ പോലെയാണ് ഇത് പെട്ടെന്ന് കണ്ടപ്പോൾ തോന്നിയത്. അതുപോലെ സെൻറ്റർ കൺസോൾ ലേഔട്ടിലൊക്കെ ആണെങ്കിലും കുറച്ചൊക്കെ വ്യത്യാസമുള്ളതായിട്ട് പറയാൻ പറ്റും. സോ ബേസിക്കലി ഗ്രാൻഡ് വിറ്റാര ഫേസ് ലിഫ്റ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് ഈ വാഹനം വരുമ്പോൾ അറിയാൻ പറ്റും. അതുപോലെ തന്നെ കൂടുതൽ ഫീച്ചേഴ്സും തീർച്ചയായും ഇതിനകത്ത് എക്സ്പെക്ട് ചെയ്യാം. ഗ്രാൻഡ് വിറ്റാരയും ആവശ്യത്തിന് ഇപ്പോഴും ഫീച്ചർ ലോഡഡാണ്, അങ്ങനെ ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആയി എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും കുറച്ച് സാധനങ്ങളൊക്കെ മിസ്സിംഗ് ആയിരുന്നു. ഇപ്പോൾ ഇലക്ട്രിക് സീറ്റ്സ് ഒന്നും അതിൻ്റെ അകത്തില്ലായിരുന്നു, അതൊക്കെ അടുത്തൊരു അപ്ഡേറ്റിൽ അവർ ആഡ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. അതുപോലെ അഡാസ് മിസ്സിംഗ് ആണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ. സോ അതൊക്കെ അവർ ഈ ഒരു വാഹനത്തിൽ പരിഹരിക്കേണ്ടതാണ്. ഇത് നമുക്ക് ഏകദേശം ആ ഒരു ഫ്രണ്ട് ഡിസൈനൊക്കെ കാണാം, കുറച്ചൊക്കെ വ്യത്യാസമുണ്ട് ഗ്രാൻഡ് വിറ്റാരയുടെ ഇപ്പോഴത്തെ മോഡൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പ്രത്യേകിച്ച് ആ ഫ്രണ്ടിൽ വരുന്ന ഡിസൈൻ, അതായത് നമ്മുടെ DRLs അതുപോലെ ഹെഡ്ലൈറ്റ്സ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഡിസൈൻ എടുക്കുകയാണെങ്കിൽ വ്യത്യാസം കാണാൻ പറ്റും. അതുപോലെ അഗൈൻ ബാക്കിലേക്ക് നീളം കൂടിയതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അലോയ് വീൽസിൻ്റെ ഡിസൈനിൽ വ്യത്യാസം കാണാം. ഇപ്പോൾ ഉള്ള ഗ്രാൻഡ് വിറ്റാറിൽ 17 ഇഞ്ച് അലോയ് വീൽസാണ് നമുക്ക് കിട്ടുന്നത്. ഇതിലേക്ക് വരുമ്പോഴേക്കും 18 ഇഞ്ച് വീൽസ് ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ബാക്കിൽ 7 സീറ്റർ ആയതുകൊണ്ട് എന്തായാലും ക്വാർട്ടർ ഗ്ലാസ് അത്യാവശ്യം വലുതായിരിക്കും. അവരിത് ഈ വണ്ടിയിൽ കവർ ചെയ്തിട്ടുണ്ട്, 7 സീറ്റർ ആണെന്ന് മനസ്സിലാവാതിരിക്കാനായിരിക്കാം. അതുപോലെ റിയർ ഡിസൈൻ എടുക്കാനാണെങ്കിലും ഇപ്പോഴത്തെ ഗ്രാൻഡ് വിറ്റാറിൽ നമുക്ക് കണക്റ്റഡ് ടെയിൽ ലാംപ്സ് ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ അത് ഇതിലേക്ക് വരുമ്പോഴേക്കും ഒരു C ഷേപ്പ് ലൈറ്റ് പോലെ ആക്കിയിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു വ്യത്യാസം തന്നെ നമുക്കിവിടെ ലൈറ്റ്സിൻ്റെ കാര്യത്തിൽ പറയാൻ പറ്റും. പിന്നെ വളരെ സ്ലിം ആക്കിയ പോലെയും കാണുമ്പോൾ തോന്നുന്നുണ്ട്. ഇതിനകത്ത് ഇൻഡിക്കേറ്റേഴ്സ് എവിടെയാണെന്നുള്ളതൊന്നും കാണിച്ചിട്ടില്ല. ഇപ്പോഴത്തെ വണ്ടിയിൽ അത് ആക്ച്വലി താഴെയാണ് വരുന്നത്. ഇതിൻ്റെ താഴത്തെ റിഫ്ലക്റ്റേഴ്സ് മാത്രമേ നമുക്കിപ്പോൾ കാണാനുള്ളൂ. ബാക്കി സൈഡിൽ വരുന്ന വെർട്ടിക്കലായിട്ട് എന്നിരുന്ന ലൈറ്റ്സ് ടെസ്റ്റിംഗ് മോഡലിൽ കാണാനില്ലായിരുന്നു. എനിവേ 7 സീറ്റർ ആണെന്ന് പറഞ്ഞാലും പവർ ട്രെയിൻ ഓപ്ഷൻസിൻ്റെ കാര്യത്തിലൊന്നും പ്രത്യേകിച്ച് വലിയ വ്യത്യാസം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് കേൾക്കാൻ സാധിച്ചത്. നമുക്കിതിൻ്റെ അകത്ത് ഇപ്പോൾ വരുന്ന ആ സെയിം 1.5 ലിറ്റർ K15C NA പെട്രോൾ എഞ്ചിനും അതുപോലെ തന്നെ ഹൈബ്രിഡ് 1.5 ലിറ്റർ ടോയോട്ടയിൽ സോഴ്സ് ചെയ്യുന്ന ആ ഒരു പാരലൽ സീരീസ് ഹൈബ്രിഡ് സിസ്റ്റം ആയിരിക്കും കിട്ടുന്നത് എന്നാണ് പറയുന്നത്. ആക്ച്വലി 1.5 NA പെട്രോൾ ഇതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ കുറച്ചധികം അണ്ടർ പവേർഡ് ആയിരിക്കും. ഗ്രാൻഡ് വിറ്റാറിൽ തന്നെ എഞ്ചിൻ അത്ര നന്നായിട്ടല്ല പെർഫോം ചെയ്യുന്നത്, കുറച്ച് മോശമാണ്. പ്രത്യേകിച്ച് നിങ്ങൾ ഓട്ടോമാറ്റിക്കും കൂടി എടുക്കുകയാണെങ്കിൽ ഭയങ്കര സ്ലോ ആണ് ആ വണ്ടി. ഓൾമോസ്റ്റ് 16 സെക്കൻഡ്സിനടുത്തൊക്കെ 0 to 100 എത്താൻ എടുക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളിപ്പോൾ നോർമലായിട്ടുള്ള ഒരു ആളാണ്, അതായത് ഒരുപാട് വണ്ടി വലിപ്പിച്ചൊന്നും ഓടിക്കാറില്ല എന്നുണ്ടെങ്കിൽ പിന്നെയും വലിയ കുഴപ്പമില്ല. പക്ഷെ എന്നാലും പവർ ആവശ്യമുള്ള സമയത്ത് അത് തരിക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണല്ലോ. അത് 1.5 NA പെട്രോൾ മിസ്സിംഗ് ആയിരുന്നു. ഹൈബ്രിഡ് ഗ്രാൻഡ് വിറ്റാര ഹൈറൈഡറിൻ്റെ കേസിൽ നോക്കുമ്പോൾ കുഴപ്പമില്ല. പക്ഷേ ഈ വണ്ടിക്ക് വെയിറ്റ് കൂടുന്നതനുസരിച്ച് 116 bhp ഉള്ള ഹൈബ്രിഡ് ആണെങ്കിലും. സോ അത് പിന്നെ ഒരു കൺസേണിങ് ആയിട്ടുള്ള കാര്യമാണ്, പവർ എങ്ങനെയാവും എന്നുള്ളത് ഈ പുതിയ മോഡലിൽ. എനിവേ ഇതിൻ്റെ അകത്ത് മൈലേജ് എന്തായാലും നമുക്ക് ഗ്രാൻഡ് വിറ്റാറിലും ഹൈറൈഡറിലും ഒക്കെ ഹൈബ്രിഡ് മോഡൽ നന്നായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. 20 to 30 ഇടയിൽ ആൾക്കാർക്ക് ഈസി ആയിട്ട് കിട്ടിക്കൊണ്ടിരുന്നതാണ്. അതുകൊണ്ട് ഈ വണ്ടിയിലും എന്തായാലും ഹൈബ്രിഡ് മോഡൽ എടുക്കുകയാണെങ്കിൽ മൈലേജിന് കുറവൊന്നും ഉണ്ടാവില്ല. സോ ഗൈസ്, ഇതാണ് മാരുതി സുസുക്കി ഈ വർഷം അവസാനത്തോടുകൂടി ഇന്ത്യയിൽ ഇറക്കാൻ പോകുന്ന 2 പുതിയ SUVസിൻ്റെ വീഡിയോ. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് ചെറിയ എന്തെങ്കിലും ആക്സസറീസോ ക്ലീനിങ് പ്രോഡക്ട്സോ ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ടാഗ് തീർച്ചയായും ചെക്കൗട്ട് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മളിപ്പോൾ 1 lakhന് എടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ അത് പെട്ടെന്നാക്കുകയാണെങ്കിൽ സന്തോഷം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.